إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم إياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട വിശ്വാസികളെ, സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, പരിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏതൊരു കാര്യത്തിൻ്റെ തുടക്കം കുറിക്കുമ്പോഴും അതിൻ്റെ മുന്നിൽ അനിവാര്യമായി സ്വീകരിക്കേണ്ട വലിയൊരു മാനദണ്ഡത്തെക്കുറിച്ച് പരിശുദ്ധ ഇസ്ലാമിലൂടെ മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇസ്ലാമിൻ്റെ ശത്രുക്കളെ തടയിടാൻ വേണ്ടി മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും അഹ്സാബിൽ വലിയൊരു കിടങ്ങ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കിടങ്ങ് കുടിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ സ്വഹാബികൾക്ക് പ്രയാസകരമായി തോന്നുന്ന, ഏറ്റിയാൽ പൊങ്ങാത്ത ഭാരമുള്ള വലിയൊരു പാറക്കല്ല് സ്വഹാബികൾ കാണുകയാണ്. സ്വഹാബികൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഈ കല്ല് ഞങ്ങൾക്ക് പൊട്ടിക്കാനും സാധിക്കുന്നില്ല. ആ ഒരു സന്ദർഭത്തിൽ മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ മുകളിലുണ്ടായിരുന്ന വസ്ത്രം എടുത്തു മാറ്റിയിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കല്ലിലേക്ക് തൻ്റെ കയ്യിലുണ്ടായിരുന്ന മൺവെട്ടി കൊണ്ട് ശക്തിയായി വെട്ടുന്നതിന് മുമ്പ് ബിസ്മില്ലാ എന്നാണ് ചൊല്ലിയത്. ആ കല്ലിൻ്റെ ഒരു ഭാഗം അടർന്നു പോകുന്ന രംഗം പ്രിയപ്പെട്ട വിശ്വാസികളെ നമുക്ക് കാണുവാൻ സാധിക്കുകയാണ്. ആ ഒരു സന്ദർഭത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് പറയുകയാണ്, അല്ലാഹു അക്ബർ, ഷാമിന്റെ ഖജനാവുകൾ, നിധികൾ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അല്ലാഹുവാണ് സത്യം, ഷാമിലെ ചുവന്ന കൊട്ടാരങ്ങൾ എൻ്റെ ഈ സ്ഥലത്ത് ഞാൻ കാണുകയും ചെയ്യുന്നു. അങ്ങനെ രണ്ടാമതും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിസ്മില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ കയ്യിലുള്ള മൺവെട്ടി കൊണ്ട് ആ പാറക്കല്ലിലേക്ക് വെട്ടുകയാണ്. ആ സന്ദർഭത്തിൽ ആ പാറക്കല്ലിന്റെ പകുതി ഭാഗം കൂടി പൊട്ടിപ്പോകുന്ന രംഗം സ്വഹാബത്ത് കാണുകയാണ്. ആ ഒരു സന്ദർഭത്തിൽ സ്വഹാബത്തിനെ സാക്ഷിയാക്കിക്കൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു തന്നെയാണ് സത്യം, പേർഷ്യയുടെ ഖജനാവുകൾ എനിക്ക് നൽകിയിരിക്കുന്നു. അവിടുത്തെ പട്ടണങ്ങളും
വെളുത്ത കൊട്ടാരങ്ങളും എൻ്റെ ഈ സ്ഥലത്ത് ഞാൻ കാണുകയും ചെയ്യുന്നു. ശേഷം മൂന്നാമത്തെ പ്രാവശ്യം ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ കയ്യിലുള്ള മൺവെട്ടി കൊണ്ട് ആ കല്ലിലേക്ക് ശക്തമായി വെട്ടുകയാണ്. ആ കല്ല് ഒടിഞ്ഞ് കഷ്ണം കഷ്ണങ്ങളായി മാറി. ആ ഒരു സന്ദർഭത്തിൽ പ്രവാചകൻ സ്വഹാബത്തിനെ സാക്ഷിയാക്കിക്കൊണ്ട് ഇപ്രകാരം പഠിപ്പിക്കുകയാണ്: അല്ലാഹു അക്ബർ, എനിക്ക് യമനിന്റെ ഖജനാവുകൾ നൽകപ്പെട്ടിരിക്കുന്നു. അല്ലാഹുവാണ് സത്യം. സ്വൻആയിലെ കവാടങ്ങൾ എൻ്റെ ഈ സ്ഥലത്ത് ഞാൻ കാണുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മുടെ ജീവിതത്തിൽ ഏതൊരു നല്ല കാര്യങ്ങൾ തുടക്കം കുറിക്കുമ്പോഴും അതിൻ്റെ മുന്നിൽ ഒരു വിശ്വാസിയുടെ നാവിൻ തുമ്പിലൂടെ പുറത്തേക്ക് വരേണ്ട ഒരു വാക്ക് എന്ന് പറയുന്നത് ബിസ്മില്ല. ഞാൻ ഈ കാര്യം നടത്തുന്നത്, നിർവഹിക്കുന്നത്, പ്രവർത്തിക്കുന്നത് ബിസ്മില്ല, അള്ളാഹുവിന്റെ നാമത്തിലാണ് എന്ന ഒരു ചിന്ത ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. പരിശുദ്ധ ഖുർആനിന്റെ അവതരണം ആരംഭിച്ച സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന് ഓതി കേൾപ്പിക്കാൻ പറഞ്ഞ ഒന്നാമത്തെ വചനം ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന. ഇഖ്റഅ, നീ വായിക്കണം. എങ്ങനെയാണ് വായിക്കേണ്ടത്? ബിസ്മി റബ്ബിക, നിന്നെ സൃഷ്ടിച്ച, നിന്നെ പരിപാലിച്ച, നിന്നെ സംരക്ഷിക്കുന്ന, നിന്റെ ജീവിതത്തിൽ ആവശ്യമായ എല്ലാവിധ കാര്യങ്ങളും നിർവഹിച്ചു തരുന്ന നിന്റെ റബ്ബിന്റെ നാമത്തിൽ ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ വായിക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. സഹോദരങ്ങളെ, ഒരു വിശ്വാസി തൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സന്ദർഭമാണ്. നമ്മളൊക്കെ പല രൂപത്തിലുള്ള യാത്രകൾ പല സ്ഥലങ്ങളിലേക്കും നടത്തുന്നവരാണ്. ആ യാത്രാ സന്ദർഭത്തിൽ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന വാഹനത്തിന് ഏതെങ്കിലും നിലക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഒരു സ്വഹാബി ഇപ്രകാരം പഠിപ്പിക്കുകയാണ്: ഞാനും അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂടി പ്രവാചകന്റെ വാഹനത്തിൽ യാത്ര പോവുകയാണ്. അങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ആ വാഹനം പെട്ടെന്ന് താഴേക്ക് വീണുപോയി. ആ സമയത്തിൽ ശൈത്താൻ നശിച്ചു പോകട്ടെ, നാശമടയട്ടെ എന്ന് ഞാൻ പ്രവാചകന്റെ മുന്നിൽ വെച്ച് പറയുകയുണ്ടായി. ലാ തഖുൽ, അല്ലയോ പ്രിയപ്പെട്ട കൂട്ടുകാരാ, താങ്കൾ ഒരിക്കലും പറയരുത് തഅസ ശൈത്താൻ, ശൈത്താൻ നശിക്കട്ടെ എന്ന് താങ്കൾ പറയരുത്. അങ്ങനെ നീ ശൈത്താൻ നശിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ കാരണം ഈ ഒരു വാഹനത്തിന് കേടുപറ്റിയിരിക്കുന്നു എന്ന് അഹങ്കരിക്കുകയും ആ അഹങ്കാരം കൊണ്ട് അവൻ വലുതായി ഉയരം കൂടിയ വലിയൊരു കെട്ടിടത്തിന്റെ അത്ര വലുപ്പത്തിലേക്ക് തിബിറ് കാണിക്കുന്നൊരവസ്ഥ ഉണ്ടാവുകയും ചെയ്യുമെന്ന് പ്രവാചകൻ അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്നൊരു പ്രവാചകൻ അദ്ദേഹത്തോട് പറയുകയാണ്: അങ്ങനെ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ, നീ യാത്ര ചെയ്യുന്ന വാഹനത്തിന് എന്തെങ്കിലും കംപ്ലൈന്റ് സംഭവിക്കുകയാണെങ്കിൽ, വലാക്കിൻ, പക്ഷേ നീ പറയണം ഖുൽ ബിസ്മില്ലാ, ബിസ്മില്ലാ എന്നാണ് പറയേണ്ടതെന്നാണ്. നശിച്ചൊരു വണ്ടി, നശിച്ചൊരു സമയം, ഏത് സമയത്താണ് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ തോന്നിയത് എന്ന രൂപത്തിലല്ല പ്രതികരിക്കേണ്ടത്, മറിച്ച് ബിസ്മില്ലാ, അള്ളാഹുവിന്റെ നാമത്തിൽ എന്നാണ് വിശ്വാസികൾ പറയേണ്ടത്. അങ്ങനെ ഒരു വിശ്വാസി പറയുമ്പോ ശൈത്താൻ വളരെ ചെറുതായി ഒരു ഈച്ചയുടെ അല്ലെങ്കിൽ ഒരു പാറ്റയുടെ വലുപ്പത്തിലേക്ക് ചുരുക്കപ്പെടുമെന്ന് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നാം നമ്മുടെ വാഹനത്തിൽ കയറുമ്പോൾ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം തന്റെ ജനതയോട് വെള്ളം പല ഭാഗത്തു നിന്നും ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ആ ഉയർന്നുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം നൂഹ് നബി അലൈഹിസ്സലാം നിർമ്മിച്ച ആ കപ്പൽ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. നൂഹ് നബി വിശ്വാസികളായ ജനതയോട് പറയുകയാണ്: നിങ്ങൾ കപ്പലിൽ കയറിക്കൊള്ളുക, അതിന്റെ ഓട്ടവും അതിന്റെ നൃത്തവും അള്ളാഹുവിന്റെ പേരിലാണ്.
അതുകൊണ്ട് ആ പ്രവാചകൻ പറഞ്ഞത് ബിസ്മില്ലാ വൽഹംദുലില്ലാ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖരിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. അള്ളാഹുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആ വാഹനത്തിൽ കയറേണ്ടത് എന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ കടന്നു വരേണ്ട ഒരു സന്ദർഭമാണ് അവൻ വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന ഒരു സന്ദർഭം. ഫഖാല, ആ ഒരു സന്ദർഭത്തിൽ അവൻ പറയുന്നു ബിസ്മില്ലാ, അള്ളാഹുവിന്റെ നാമത്തിൽ തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവൻ ഇറങ്ങുന്നത്. അവിടെയും പറയുന്നത് ബിസ്മില്ലാ എന്നാണ്. ഈ പ്രാർത്ഥന കേൾക്കുന്ന പിശാചിൽപ്പെട്ട ആളുകൾ ഒരു പിശാച് മറ്റൊരു പിശാചിനോട് ഈ വീട്ടിൽ നിന്നും ബിസ്മില്ലാ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇറങ്ങിയിട്ടുള്ള മനുഷ്യനെ കുറിച്ച് പറയുന്നത് ഹീനൈദി ഹുദീത വകുഫീത വവഖീത, ആ മനുഷ്യന് സന്മാർഗം പ്രാപിച്ചിരിക്കുന്നു, നിനക്ക് ഈ പ്രാർത്ഥന തന്നെ മതിയായതാണ്, ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചതിലൂടെ നീ സംരക്ഷിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു, ശൈത്താനിന്റെ എല്ലാവിധ ഷർറുകളും നിന്നെ വിട്ട് ഒഴിഞ്ഞു പോവുകയും ചെയ്തിരിക്കുന്നു. ആ പിശാച് മറ്റൊരു പിശാചിനോട് പറയാണ് കൈഫ ലക ബിറജുലിൻ ഖദ് ഹുദിയ വഖുഫിയ വഉഖിയ, എല്ലാ നിലക്കും അള്ളാഹുവിന്റെ സഹായം ലഭിച്ചിട്ടുള്ള ഈ മനുഷ്യനെ നിനക്ക് എങ്ങനെയാണ് വഴിപിഴപ്പിക്കാൻ സാധിക്കുക? അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭത്തിലും ഒരു വിശ്വാസി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയത്തെക്കുറിച്ച് പ്രവാചകൻ പഠിപ്പിക്കുന്നത്, ഒരാൾ അവന്റെ വീട്ടിലേക്ക് പ്രവേശിക്കുകയാണ്, ഫദകറല്ലാഹു ഇൻദ ദുഖൂലിഹി, ബിസ്മില്ലാ എന്ന് ചൊല്ലിയിട്ടാണ് അയാളുടെ വീട്ടിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ഫഖാല ശൈത്താൻ, ഒരു ശൈത്താൻ മറ്റൊരു ശൈത്താനോട് പറയും ലാ മബീത ലക്കും, ഇന്ന് ഈ വീട്ടിൽ നിനക്ക് താമസിക്കാൻ കഴിയില്ല. ഇനി ബിസ്മില്ലാ എന്ന് ചൊല്ലാതെയാണ് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു വീട്ടിലേക്ക് കയറി ചെല്ലുന്നതെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഖാല ശൈത്താൻ, ശൈത്താൻ മറ്റൊരു ശൈത്താനോട് പറയും അദ്റക്തുമുൽ മബീത, ഇന്ന് ഈ വീട്ടിൽ സുന്ദരമായി വിശാലമായി ഉറങ്ങാനുള്ള താമസിക്കാനുള്ള സൗകര്യം നിനക്ക് ലഭിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഒരു വിശ്വാസി തന്റെ ജീവിതത്തിൽ ജാഗ്രത പാലിക്കേണ്ട മറ്റൊരു സന്ദർഭമാണ് ഭക്ഷണം കഴിക്കുന്ന സന്ദർഭം എന്ന് പറയുന്നത്. ഒരാൾ ഭക്ഷണം കഴിക്കുന്നു, ആ ഒരു സന്ദർഭത്തിൽ അയാൾ ഫദകറല്ലാഹു, അള്ളാഹുവിനെ സ്മരിക്കുന്നു. എങ്ങനെ? ബിസ്മില്ലാ എന്ന് ചൊല്ലുന്നു. ഒരു പിശാച് മറ്റൊരു പിശാചിനോട് പറയും അദ്റക്തുമുൽ അശാ, ഇന്ന് നിനക്ക് ഇവിടുന്ന് ഭക്ഷണമില്ല. ഭക്ഷണം കഴിക്കുന്ന സന്ദർഭത്തിൽ ബിസ്മില്ലാ എന്ന് ചൊല്ലിയിട്ടില്ലെങ്കിലോ ഒരു പിശാച് മറ്റൊരു പിശാചിനോട് പറയും ഇന്ന് നിന്റെ വയറ് നിറക്കാൻ കഴിയുന്നത്ര ഭക്ഷണം ഈ വീട്ടിൽ ലഭിക്കുകയും ചെയ്യും എന്ന്. സഹോദരങ്ങളെ, നമ്മൾ വിശ്വാസികളാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തൊരു നന്മയുടെ കാര്യം പ്രവർത്തിക്കുമ്പോഴും ചെയ്യാൻ ആഗ്രഹിക്കുമ്പോഴും അതിന്റെ മുന്നോടിയായി ബിസ്മില്ലാ എന്ന് പറയുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ബാധ്യതയായിട്ടാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. പിശാച് പല വിധത്തിലുള്ള തന്ത്രങ്ങൾ പ്രയോഗിക്കുമെന്നാണ്. മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു സദസ്സിൽ ഒരു സദ്യയിൽ പങ്കെടുക്കുകയായിരുന്നു. അപ്പൊ ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ പിന്നിൽ നിന്ന് ആരോ ഒരാൾ പിടിച്ച് തള്ളിയതുപോലെ ഒരു യുവതി ഭക്ഷണം കഴിക്കാനിരിക്കുന്ന ആ പാത്രത്തിലേക്ക് കൈ ഇങ്ങനെ എത്തിപ്പിടിപ്പിച്ചു. ആ സമയത്ത് പ്രവാചകൻ ആ യുവതിയുടെ കൈ തട്ടിക്കളഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോ ഒരു അറബിയായ ഒരു മനുഷ്യൻ ആരോ പിന്നിൽ നിന്നും തള്ളിയിട്ടതുപോലെ രണ്ടാമതും ഞങ്ങളുടെ മുമ്പിൽ വിളമ്പിയിരിക്കുന്ന ഭക്ഷണപാത്രത്തിലേക്ക് കൈ ഇങ്ങനെ കൊണ്ടുവന്നു. ആ സമയത്ത് പ്രവാചകൻ ആ കയ്യിനെ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനെ പഠിപ്പിക്കുകയാണ്, നിശ്ചയമായും ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ ബിസ്മില്ലാ എന്ന് ഉച്ചരിച്ചിട്ടില്ല എങ്കിൽ ആ ഭക്ഷണത്തിൽ പിശാചിന്റെ സാന്നിധ്യമുണ്ടാകും. അവർ ഭക്ഷണത്തിൽ നിന്ന് ആ പാത്രത്തിൽ നിന്ന് ഭക്ഷണം എടുത്തിരുന്നെങ്കിൽ
ആ ഭക്ഷണം കഴിക്കുന്നത് പിശാചായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ല എന്ന് ചൊല്ലിക്കൊണ്ട് ഭക്ഷണം കഴിക്കണമെന്ന് പ്രവാചകൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ സന്ദർഭത്തിലും എല്ലാ നന്മയുടെ കാര്യങ്ങളിലും അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് തുടക്കം കുറിക്കാൻ വിശ്വാസികളായി നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇന്ന ഹാദിഹിൽ ഹുശൂഷ മുഹ്തളറ ഫഇദാ അതാ അഹദുകുമുൽ ഖലാഅ ഫൽയഖുൽ ബിസ്മില്ലാ. തീർച്ചയായും മലമൂത്ര വിസർജന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് പിശാചിന്റെ സാന്നിധ്യം നിറക്കപ്പെട്ട സ്ഥലങ്ങളാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അപ്പോ ജിന്നുകളുടെയും മനുഷ്യന്റെ ഔറത്തിന്റെയും ഇടയിലുള്ള മറയാണ് ബിസ്മില്ലാ എന്ന് ചൊല്ലുക. അതുപോലെ തന്നെ നമ്മൾ വസ്ത്രം അഴിച്ചു വെക്കുന്ന സന്ദർഭവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഇദാ വലഅഹദുഹും തൗബഹു അയ്യഖൂൽ ബിസ്മില്ലാ. ആദം സന്തതികളുടെ നഗ്നതകളുടെയും ജിന്നുകളുടെ ദൃഷ്ടികളുടെയും ഇടയിലുള്ള മറ എന്ന് പറയുന്നത് ബിസ്മില്ലാ എന്ന് ചൊല്ലലാണ്. അതുപോലെ തന്നെ ഒരു വിശ്വാസി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്, നമ്മുടെ വീടിന്റെ വാതിലുകൾ അടക്കുന്ന സന്ദർഭത്തിൽ നാം വളരെ ഗൗരവത്തിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. അതാണ് പ്രവാചകൻ പറഞ്ഞത്, ഇദാ കാന ജുൻഹുൽ ലൈലി, രാത്രി ഇരുട്ടി തുടങ്ങിയാൽ ഫകുഫൂ സുബിയാനക്കും, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാത്ത വിധത്തിൽ നിങ്ങൾ തടഞ്ഞു വെക്കണം. ഫഇന്ന ശയാതീൻ, തീർച്ചയായും ശൈത്താൻ ആ സന്ദർഭത്തിൽ അല്ലെങ്കിൽ ആ സമയത്താണ് വ്യാപിക്കാൻ കാരണമാകുന്നത്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ആ സമയം കഴിഞ്ഞാൽ നിങ്ങൾ കുട്ടികൾ എന്ത് ചെയ്യാം, സ്വതന്ത്രമാക്കിക്കൊള്ളുകയും ചെയ്യുക. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, വാലികുൽ അബ്വാബ്, നിങ്ങൾ വാതിലുകൾ അടക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ നാമം നിങ്ങൾ ചൊല്ലുകയും ചെയ്യുക. അങ്ങനെ ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ വീടിന്റെ വാതിൽ അടക്കുന്നതെങ്കിൽ ബിസ്മില്ലാ എന്ന് ചൊല്ലിക്കൊണ്ട് നമ്മുടെ വീടിന്റെ വാതിലടച്ചാൽ ആ വാതിലൂടെ ശൈത്താൻ പിന്നീട് ഒരിക്കലും പ്രവേശിക്കുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ലൗ അന്ന അഹദഹും ഇദാ അറാദ അൻ യഅതിയ അഹ്ലഹു, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ തന്റെ ഇണയുടെ അടുത്തേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ ഖാല ബിസ്മില്ലാ അല്ലാഹുമ്മ ജന്നിബ്ന ശൈത്വാൻ വജന്നിബി ശൈത്വാന മാ റസഖ്തനാ. ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ദുആ. ഇങ്ങനെ ബിസ്മില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രാർത്ഥനയും കൂടി ചൊല്ലിക്കൊണ്ടാണ് നിങ്ങൾ പ്രവേശിക്കുന്നതെങ്കിൽ ആ ഒരു വൈകാരികമായ നിമിഷത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കൊരു കുഞ്ഞിനെ നൽകാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ആ കുഞ്ഞിനെ ശൈത്താനിയത്തിന്റെ ഒരു ശർറും ആക്രമണവും ആ കുഞ്ഞിന് ലഭിക്കുകയില്ല, ഉണ്ടാവുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ബിസ്മില്ലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിശ്വാസി തന്റെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ലാ വുളൂഅ ലിമൻ ലം യദ്കുരി ഇസ്മല്ലാഹി അലൈഹി. ബിസ്മില്ലാ എന്ന് ചൊല്ലാതെ ഒരാൾ വുളൂ ചെയ്താൽ ആ വുളൂ സ്വീകരിക്കപ്പെടുകയില്ല. അതുപോലെ തന്നെ മനുഷ്യരായ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ശരീരത്തിൽ പല വിധത്തിലുള്ള വേദനകൾ നമ്മൾ അനുഭവിക്കാറുണ്ട്. അങ്ങനെ നമ്മുടെ ശരീരത്തിൽ വേദന ഉണ്ടായാൽ ആ വേദന ഉള്ള സ്ഥലത്ത് എന്ത് ചെയ്യുക, കൈ ഇങ്ങനെ വെക്കുക, വെച്ചിട്ട് 3 പ്രാവശ്യം ബിസ്മില്ലാ എന്ന് ചൊല്ലുക. അതിനുശേഷം 7 പ്രാവശ്യം അഊദു ബില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വ ഉഹാദിറു എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്താൽ അയാളുടെ ശരീരം അനുഭവിക്കുന്ന എല്ലാ വേദനകളും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഹരിക്കും എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ബിസ്മില്ലാ എന്നൊരൊറ്റ വാക്കിന് എത്ര മഹത്വമാണ്, എത്ര ഫളലാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലൂടെ അള്ളാഹുവും പ്രവാചകനും നമുക്ക് പഠിപ്പിക്കുന്നത്. ആ രൂപത്തിൽ ആ ബിസ്മില്ലാ എന്ന അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ടായിരിക്കണം എല്ലാവിധ നന്മകളും വിശ്വാസികളായി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത്, നിർവഹിക്കപ്പെടേണ്ടത്. ആ രൂപത്തിൽ ജീവിതത്തിന്റെ എല്ലാവിധ നന്മയുടെ പാതകളിലും നന്മയുടെ കർമ്മങ്ങളിലും
അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് നന്മ പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തിയോടുകൂടി ജീവിക്കാൻ സൗഭാഗ്യം സിദ്ധിക്കുന്ന മുത്തഖീങ്ങളിൽ മുവഹിദീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ, അബദ്ധങ്ങൾ, അപാകതകൾ, പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ തിരിച്ചു വിളിച്ച നമ്മുടെ പ്രിയപ്പെട്ട ആദരണീയരായ വാത്സല്യനിധികളായ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കൂട്ടുകുടുംബങ്ങൾ, വിശ്വാസികൾ, പ്രബോധകന്മാർ, പണ്ഡിതന്മാർ, അവരുടെ എല്ലാവരുടെയും കബറിടങ്ങൾ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ആ കബറിടത്തിൽ പ്രകാശം നിറക്കുമാറാകട്ടെ. അവരെയും നമ്മെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ രോഗങ്ങൾ കൊണ്ട്, പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവരുടെ ശാരീരികമായ, മാനസികമായ എല്ലാവിധ പ്രയാസങ്ങളും, ദുഃഖങ്ങളും, ദുരിതങ്ങളും, വേദനകളും നീ മാറ്റിക്കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ കടബാധ്യതകൾ കൊണ്ട്, സാമ്പത്തികമായ ഞെരുക്കങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട്. ആ പ്രയാസങ്ങൾക്ക് നീ പരിഹാരം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. സാമ്പത്തികമായ ചെലവുകൾ ഈ പള്ളിക്ക് വേണ്ടി നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വീണ്ടും വീണ്ടും നിന്റെ റിസ്കിൽ നിന്ന് മഹീഷത്ത് വിശാലമാക്കണേ റബ്ബേ. അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കണേ റബ്ബേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين ورحمتك يا أرحم الراحمين.